മഴ തോരും മുൻപേ ഒരു പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ രോഹിത്തിനെയും ഹരിയൊക്കെ തെളിവെടുപ്പിനായിട്ട് ആ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങോട്ട് ഇവരെ കൊണ്ടുവരുന്നത് അറിഞ്ഞ് തന്നെ കുറേ ആളുകൾ ഓടിയെത്തുന്നുണ്ട്. അവിടെ ഗേറ്റിൻ്റെ പുറത്ത് കിടന്ന് ബഹളം വെക്കുകയാണ്. പോലീസ് ഗേറ്റ് അടച്ച് അവർ അകത്തേക്ക് ഇടിച്ചു കയറുമെന്ന് പേടിച്ച് ഗേറ്റങ്ങ് അടച്ചിരിക്കുകയാണ്. അങ്ങനെ ഇവരെ 4 പേരെയും തെളിവെടുപ്പിനായി വീട്ടിനുള്ളിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ എസ് ഐ ആണെങ്കിൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പം ഹരി പറയുന്നത് കേട്ട് രോഹിത്ത് ആകപ്പാടെ ഞെട്ടിപ്പോവുകയാണ്. രോഹിത്ത് ആദ്യമേ അവിടുന്ന് പോയായിരുന്നു. പക്ഷേ രോഹിത്ത് അവിടുന്ന് പോയ കാര്യം ആർക്കും അറിയത്തില്ല. ഹരി ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് രോഹിത്ത് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അത്രയ്ക്കും ക്രൂരമായിട്ടാണ് ആ കുട്ടിയെ അവർ പേടിപ്പിച്ചത്. എസ് ഐ ചോദിക്കുകയാണ്, നിനക്ക് ഇത് ഇത്രയും പറയാൻ തന്നെ നിനക്കൊരു നാണവും ഒരു കുറ്റബോധവും പോലും ഇല്ലയോടാ? നീ സ്നേഹിച്ച് വഞ്ചിച്ച ആ പെൺകുട്ടിയെ നീയാണെങ്കിൽ നിൻ്റെ കൂട്ടുകാർക്കും കൂടെ കാഴ്ച വെച്ചോടാ എന്നും പറഞ്ഞുകൊണ്ട് ഹരിക്ക് അടി കൊടുക്കുകയാണ്. ഒന്നുമില്ലെങ്കിലും നിന്നെ സ്നേഹിച്ച് നിന്നെ വിശ്വസിച്ച് നിൻ്റെ കൂടെ വന്ന പെൺകുട്ടിയല്ലേ, ഇത്രയും വലിയ ചതി അതിനോട് കാണിക്കണോ എന്ന് ചോദിക്കുകയാണ് എസ് ഐ. എന്നിട്ടും അവിടെ ഇട്ട് വീണ്ടും കൊടുക്കുന്നുണ്ട് ഹരിക്ക് 2 അടിയും കൂടെ. അന്നേരം ഹരിയാണെങ്കിൽ ഇതിനു മുന്നേ ഈ കാര്യം പ്ലാൻ ചെയ്ത കാര്യവും കൂട്ടുകാർക്കെല്ലാം അറിയാവുന്നതും അവർ മനഃപൂർവ്വം ആ കുട്ടിയെ ട്രാപ്പിലാക്കിയ കാര്യമൊക്കെ വ്യക്തമായിട്ട് എസ് ഐ എടുത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ എസ് ഐക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് അങ്ങോട്ട് സഹിക്കുന്നില്ല. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഹരിക്ക് അടിയും കൊടുക്കുന്നുണ്ട്. ഗേറ്റിൻ്റെ പുറത്താണെങ്കിൽ ആൾക്കാരെല്ലാം ഭയങ്കര ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്മാരെ ഇറക്കി പുറത്തോട്ട് വിടാൻ പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും എസ് ഐ ഓരോ ചോദ്യങ്ങൾ ഹരിയെടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ആ പെൺകുട്ടി ഇതിനു മുമ്പ് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? റൂം എടുത്തിട്ടുണ്ടോ? താമസിച്ചിട്ടുണ്ടോ? നീ അവളുടെ ഇഷ്ടപ്രകാരമാണോ അങ്ങോട്ട് കൊണ്ടുവന്നത്? നീ എന്ത് കള്ളത്തരം പറഞ്ഞാണ് കൊണ്ടുവന്നത്? അങ്ങനെ കുറേ ചോദ്യങ്ങളൊക്കെ ഹരിയെടുത്ത് ചോദിക്കുന്നുണ്ട്. ഹരിയാണെങ്കിൽ എല്ലാത്തിനും കൃത്യമായ ഉത്തരവും കൊടുക്കുന്നുണ്ട്. ഹരി ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോഴും രോഹിത് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ഇതിനിടയ്ക്ക് പുറത്ത് നിന്ന് ഒരാളാണെങ്കിൽ മതിൽ ചാടി ഇവന്മാരെ ആക്രമിക്കാൻ വേണ്ടി വീട്ടിനകത്തേക്ക് ഓടി വരികയാണ്. അപ്പോഴത്തേക്ക് പുറത്ത് നിന്ന് പോലീസ് ഓടി വന്ന് അയാളെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പം അയാൾ അവിടെ കിടന്ന് ഉറക്കെ പറയുകയാണ്, അവന്മാരെ പുറത്തോട്ട് വിട്, അവന്മാരെ ഞങ്ങൾ ശരിയാക്കാം, ഇങ്ങനെയുള്ളവന്മാരെ ഒന്നും വെറുതെ വിടാൻ പാടില്ല, അവന്മാരെ ഞങ്ങളുടെ അടുത്തേക്ക് വിടുക എന്നും പറഞ്ഞിട്ട് അയാൾ ബഹളം വെക്കുന്നുണ്ട്. അങ്ങനെ പോലീസുകാരെന്തായാലും അയാളെ പിടിച്ച് ഗേറ്റിൻ്റെ പുറത്താക്കുന്നുണ്ട്. അങ്ങനെ തെളിവെടുപ്പൊക്കെ കഴിഞ്ഞ് അവന്മാരെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. രോഹിത്താണെങ്കിൽ നാണക്കേട് കാരണം തല കുനിച്ചാണ് വരുന്നത്. ഹരിക്ക് പിന്നെ ഇതൊന്നും ഒരു പ്രശ്നമല്ല. മറ്റവന്മാർ 2 പേരും ഉണ്ട്. അപ്പം അവർ 3 പേർക്കും ഇതൊന്നും ഒരു പ്രശ്നമില്ലാത്ത രീതിയിലാണ്. പക്ഷേ രോഹിത്താണെങ്കിൽ അകപ്പാടെ മാനസികമായി നന്നായിട്ട് തകർന്നിട്ടുണ്ട്. പുറത്ത് ജനങ്ങളൊക്കെ ആണെങ്കിൽ അവരെ നോക്കി കൂകി വിളിക്കുകയാണ്. എന്തായാലും പോലീസ് കുറേ പാടുപെട്ട് അവരെ പോലീസ് ജീപ്പിൽ കയറ്റി പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ പുറത്തേക്ക് വണ്ടി വരുമ്പോഴും ജനങ്ങളാണെങ്കിൽ വണ്ടി തടഞ്ഞു നിർത്തുകയും വണ്ടിക്കകത്തിട്ട് അടിച്ച് ബഹളം വെക്കുകയൊക്കെ ചെയ്യുകയാണ് ഇവന്മാരെ പുറത്തേക്ക് വിടാൻ പറഞ്ഞുകൊണ്ട്. ഈ സമയത്താണെങ്കിൽ കൊല്ലപ്പള്ളിയിൽ ഹരിശങ്കറിനെ രോഹിത്തിനെ എങ്ങനെ പുറത്തിറക്കാമെന്നും പറഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര ചർച്ച നടത്തുകയാണ്. അപ്പോൾ ശിവശങ്കറിൻ്റെ അടുത്ത് മനു പറയുന്നുണ്ട്, അച്ഛൻ ചുമ്മാതെ ഇതിന് വേണ്ടി വക്കീലിനെ വെച്ചിട്ട് ഒരു കാര്യമില്ല, അവൻ എന്തായാലും ജാമ്യം കിട്ടുന്ന ഒരു ലക്ഷണവും ഇല്ല എന്ന് പറയാണ്. അപ്പം കമല പറയുന്നുണ്ട്, നിനക്കങ്ങനെ പറയാം, നിനക്ക് സഹോദരങ്ങളടുത്തൊരു സ്നേഹമില്ല, അതുകൊണ്ട് നിനക്ക് ഇതൊക്കെ പറയാം, നിനക്ക് ആ അലീനയോട് മാത്രമുള്ളല്ലോ സ്നേഹം എന്ന് കമല പറയുന്നുണ്ട്. അപ്പം അപ്പോൾ ശിവൻ പറയാണ്, നിങ്ങൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ബഹളം വെക്കാതെ എങ്ങനെയെങ്കിലും ഹരിയെയും രോഹിത്തിനെയും പുറത്തിറക്കാൻ പറ്റുമെന്ന് നോക്കാം എന്ന് പറയണം. അപ്പോൾ കമല പറയാണ്, രോഹിയെ ഇറക്കുകയോ ഇറക്കാതിരിക്കുക അത് അവരെന്തെങ്കിലും ചെയ്തോളും, ഹരിയെ മാത്രം പുറത്തിറക്കുന്ന കാര്യം ശിവേട്ടൻ ആലോചിച്ചാൽ മതി എന്ന് പറയണം. അപ്പം ശിവൻ ചോദിക്കണം, നീ എന്തൊരു മനസ്സാടി നിൻ്റെ, അതും എൻ്റെ സഹോദരിയുടെ മോൻ തന്നെയല്ലേ, അവനെയും പുറത്തിറക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. അവനാ എൻ്റെ മോനെ ഇതിലൊക്കെ കൊണ്ടുപോയി കുടിക്കുകയെന്ന് കമല അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനു പറയാണ്, ഈ അമ്മയോടത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല, അമ്മയ്ക്ക് ഇപ്പോഴും കാര്യമൊന്നും മനസ്സിലായിട്ടില്ല, ഇപ്പോഴും മോനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാണ്. അപ്പോഴാണ് പുറത്താണെങ്കിൽ എന്തോ ഒരു കാറ് വരുന്നുണ്ട്, മനു പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ പുറത്തു നിന്ന് നോക്കുമ്പോഴത്തേക്ക് രാജീവ് വന്നിറങ്ങുവാണ്. രാജീവ് അങ്ങനെ ഹരിശങ്കറിൻ്റെ പ്രശ്നം അറിഞ്ഞ് നാട്ടിലെത്തിയിരിക്കുകയാണ്. മനു കണ്ടോടനെ ചോദിക്കുകയാണ്, കൊച്ചച്ഛൻ വരുന്ന വഴിയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രാജീവ് പറയാണ്, വരുന്ന നേരെ ഇങ്ങോട്ട് പോരുന്നു, ഇവിടുത്തെ പ്രശ്നം ഞാൻ അറിഞ്ഞായിരുന്നു എന്ന് പറയാണ്. ഇപ്പം ടി വിയിലൊക്കെ ഇത് തന്നെയാണല്ലോ വാർത്ത എന്നും പറഞ്ഞുകൊണ്ടാണ് രാജീവ് വരുന്നത്. എന്തിയേ ശിവേട്ടൻ എന്തിയേ എന്ന് ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോവാണ്. അകത്ത് ശിവനും കമലയൊക്കെ ഇരിപ്പുണ്ട്. രാജീവിനെ കാണുമ്പോൾ ഉടനെ ശിവൻ പറയുന്നുണ്ട്, നീ എന്തായാലും വന്നത് നന്നായി എന്ന് പറയുകയാണ്. അപ്പം രാജീവ് പറയാണ്, അത്രയ്ക്കും ഈ കേസ് കൊടുമ്പിരി കൊണ്ടിരിക്കുകയല്ലേ, പിന്നെ എങ്ങനെ വരാതിരിക്കാൻ പറ്റുന്നത് എന്ന് പറയാണ്. അപ്പം കേസിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം മനു പറയുന്നുണ്ട്, ഇന്ന് കോടതി കൊണ്ടുവരും, ജാമ്യം കിട്ടത്തില്ലെന്നാണ് വക്കീൽ പറയുന്നത്. അപ്പോൾ രാജീവ് പറയാണ്, നമുക്ക് എന്തായാലും കോടതിയിൽ പോയി അവരെ ഒന്ന് കണ്ടാലോ എന്ന്
രാജീവ് പറയാണ്. അപ്പോൾ കമല പറയാണ് ഹരി ഒരു തെറ്റും ചെയ്തിട്ടില്ല, ആ രോഹിത്താണ് അവനെയും കൂടെ കൊണ്ടുപോയി കുടിക്കിയത്, എന്തായാലും അവനോടൊന്ന് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് കമല പറയുന്നുണ്ട്. അന്നേരം രാജീവ് പറയാണ് കമലേട്ടത്തി വിഷമിക്കൊന്നും വേണ്ട, ഇന്ന് കോടതി കൊണ്ടുവരില്ലോ, അവിടെ പോയി നമുക്ക് സംസാരിക്കാം എന്ന് പറയണം. അപ്പോൾ മനു പറയാണ് ചെറിയച്ഛൻ എന്ത് അറിഞ്ഞിട്ടായി ഈ പറയുന്നത്, അവിടെ ഒരു 500 ആൾക്കാർ കാണും, അതിൻ്റെ ഇടയിലേക്ക് നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടെ നമ്മളെ ശരിയാക്കി വിടും എന്ന് പറയുകയാണ്. അപ്പോൾ രാജീവ് ചോദിക്കുകയാണ് എന്നും പറഞ്ഞ് നമുക്ക് പോവാതിരിക്കാനോ അവരുടെ കാര്യം അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ, നമ്മുടെ കുടുംബത്തിലെ 2 പിള്ളേരല്ലേ ആ സെല്ലിൽ കിടക്കുന്നത്, അങ്ങനെ അവരെ കൈയൊഴിയാൻ പറ്റുമോ എന്ന് രാജീവ് ചോദിക്കേണ്ട. അപ്പോൾ മനു പറയാണ് ഇപ്പം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മളെയും കൂടെ നാട്ടുകാർ ശരിയാക്കും, അവരെ നിസ്സാര കേസിലൊന്നുമല്ല അകത്തയക്കുന്നത് എന്ന് പറയാണ്. നാട്ടുകാരൊക്കെ തെരുവിലിറങ്ങി പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഈ സമയത്ത് നമ്മളെങ്ങനെ അവരെ കൈ കിട്ടുകഴിഞ്ഞാൽ അവർ വെച്ചേക്കത്തില്ല എന്ന് പറയാണ്. അന്നേരം കമല പറയാണ് നിനക്ക് പല ന്യായങ്ങളും പറയാമല്ലോ, നിൻ്റെ അനിയൻ അവിടെ കിടക്കുന്ന ഒരു ബോധവും നിനക്കില്ല എന്ന് പറയാണ്. അപ്പം ശിവശങ്കർ പറയാണ് അവൻ പറഞ്ഞതിലും ചെറിയ കാര്യമുണ്ട്, എന്നാലും നമുക്ക് ഹരിയുടെ രോഗത്തിൻ്റെ കാര്യത്തിൽ ഇടപെടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയണം. അപ്പോൾ രാജുവും പറയാണ് അത് തന്നെ, നമ്മുടെ പിള്ളേരല്ലേ, അങ്ങനെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ, അവർ ആരും ഇല്ലാതെ കോടതിയിൽ വന്ന് നിൽക്കുന്ന ഒരവസ്ഥ വരുത്താൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ മനു പറയാണ് എന്തായാലും വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്, വക്കീലിനോട് സംസാരിച്ചപ്പം വക്കീൽ അതിന് ഈ കേസിന് ജാമ്യം കിട്ടത്തില്ലെന്നാണ് പറഞ്ഞത് എന്ന് മനു പറയാണ്. എന്തായാലും നമുക്ക് കോടതിയിലൊന്ന് പോകാം എന്ന് രാജീവ് പറയാണ്. ശിവശങ്കരും പറയുന്നുണ്ട് എന്നാലും കോടതിയിൽ പോയി അവരെ കണ്ടൊന്ന് സംസാരിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യവും സത്യസന്ധമായ കാര്യങ്ങളൊക്കെ അറിയാലോ എന്ന് ശിവശങ്കരും പറയുന്നുണ്ട്. അപ്പോൾ മനു പറയാണ് അച്ഛനാണെങ്കിൽ ഈ അമ്മ പറയുന്നത് പോലെ ഇപ്പോഴും ഹരിയെ നല്ലവനായിട്ട് കരുതിയേക്കുവാണ്, അവൻ ഈ തെറ്റ് ചെയ്തു കാണും, എന്തായാലും വെറുതെ എന്തായാലും ആ പെൺകുട്ടി ആ വീട്ടിലേക്ക് വരത്തില്ലല്ലോ, ഇവനാണ് കൊണ്ടുവന്നത്, അവർ തമ്മിൽ അടുപ്പത്തിലുമാണ്, അതൊക്കെ ഉള്ള കാര്യമാണ്. ഇനി എങ്ങനെയൊക്കെ നിങ്ങൾ ന്യായീകരിച്ച് അവനെ നല്ലവനാക്കിയാലും അവൻ ഈ കേസിലെ പ്രധാന പ്രതിയാണെന്ന് പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ്.